വീണ്ടും അസ്ഥികളെ സ്പർശിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. അസ്ഥികൾ പ്രത്യേകിച്ച് ഇടത് മുട്ടിൻ്റെ അസ്ഥികളാണ്. ഇടത് മുട്ടിൻ്റെ അസ്ഥികളും ജോയിൻസും ഇപ്പോഴും ബുദ്ധിമുട്ടുള്ളവർക്ക് കുനിഞ്ഞ് അവിടെ തൊട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവ് ആരാധനയിൽ അവർക്ക് അത്ഭുതകരമായ സൗഖ്യം നൽകുക. ആമേൻ. ഹല്ലേലൂയ. വെരിക്കോസിന് അസുഖമുള്ളവർക്ക് ഒരു കാല് പൊക്കി, അതായത് ഏത് കാലിനാണ് വെരിക്കോസ് ഉള്ളത് അതും നിന്നുകൊണ്ട് തന്നെ മടക്ക് ഉയർത്തി മടമ്പിൽ തൊട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. കാലിൻ്റെ മടമ്പിൽ തൊട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. വെരിക്കോസിന് അസുഖമുള്ളവർക്ക് നിന്നുകൊണ്ട് തന്നെ ഒരു കാല് നിന്ന് മറ്റു കാല് പതുക്കെ പൊക്കി മടമ്പിൽ തൊട്ട് പ്രാർത്ഥിക്കാവുന്ന കർത്താവ് ഈ ആരാധനയിൽ അവർക്ക് സൗഖ്യം നൽകും. സ്തുതിയുടെ ഹല്ലേലൂയ. കുറേ സൗഖ്യങ്ങളാണ് ഈ അസ്ഥി മേഖലയിൽ വരുന്നത്. പ്രത്യേകിച്ച് ജോയിൻസ് വരുന്നത്. നിങ്ങൾ വീണ്ടും ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതി ഹല്ലേലൂയ. ഈശോ 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 അങ്ങനെ തിരുമുറിവാർന്ന വലത്ത് കരത്താൽ അസ്ഥികളെ, അസ്ഥിക്കുഴകളെ, അസ്ഥിസന്ധികളെ യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവപുത്ര സർവശക്ത കൈ ഉയർത്തിയിട്ട് മടക്കി കൈ എത്താവുന്ന സ്ഥലത്ത് ദൂരത്ത് വെക്കുക. എപ്പോഴും എല്ലാവരും അല്ല, അവിടെ രോഗമുള്ളവർ മാത്രം. മുതുകിൻ്റെ നടുക്ക് വേദനയുള്ളവരുണ്ടാകും. വിലക്കമോ ഉളുക്കോ പിടുത്തമോ നീരോ മരവിപ്പോ എന്തുണ്ടായാലും മുതുകിൻ്റെ നടുക്ക് അച്ഛനെ പോലെ കൈ എത്താവുന്ന ദൂരത്ത് കൈ വെച്ചുകൊണ്ട് സ്തുതിയുടെ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിയുടെ ഹല്ലേലൂയ. Lord Jesus, pour out your spirit. I command you. Hallelujah. In the name of Jesus Christ, you be healed. Hallelujah. Praise you, Jesus. Amen. Amen. Yeshunatha. Amen. Amen. Devaputra. Amen. Amen. Sarvashakta. Nityavidha. Amen. ഒരുമിച്ച് എല്ലാവരും. Amen. Amen. Yeshunatha. Amen. Amen. Devaputra. Amen. Amen. Sarvashakta. Nityavidha. കൈകൾ ഇനി അടിവയറ്റിൽ വേദനയുള്ളവരുണ്ടാകും, സിസ്റ്റുള്ളവരുണ്ടാകും, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരുണ്ടാകും, അണ്ടാശയത്തിൽ സിസ്റ്റുള്ളവരുണ്ടാകും, PCOD രോഗക്കാരുണ്ടാകും, മൂത്രാശയത്തിൽ കല്ലുള്ളവരുണ്ടാകും. ആമാശയത്തിന് പലതരത്തിലുള്ള രോഗങ്ങളാണ്. ആകാശം വികസിത രൂപമായിട്ട് എന്നെ ഇരിക്കോ ഒരിക്കലും ചുരുങ്ങിക്കിട്ടത്തില്ല. ആഹാരം വിശന്നാലും ആമാശയം ചുരുങ്ങാത്തവരുണ്ട്. അവിടെ എല്ലാം അടിവയറ്റി കൈവച്ചുകൊണ്ട് ശുദ്ധിക്കൊണ്ടിരിക്കട്ടെ. കർത്താവ് ഇപ്പോൾ അത്ഭുതകരമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അവരെ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. Lord Jesus, pour out His Spirit. I command you, in the name of Jesus Christ, to be healed. Amen. Amen. Yeshunatha. Amen. Amen. Devaputra. Amen. Amen. സർവശക്ത പിതാവേ. എപ്പോഴും ശരീരം പൊള്ളണ പോലെ തോന്നും. ആ പൊള്ളലെല്ലാം തുടങ്ങണം മുഖത്തു നിന്നാണ് തുടങ്ങണത്. മുഖത്തുനിന്ന് ഇങ്ങനെ എന്തോ ഒരു ചുടുകാറ്റ് മുഖത്തേക്ക് അടിക്കണ പോലെ തോന്നും. പിന്നെ ജലദോഷത്തിൽ ഇങ്ങനെ നീര് വന്ന പോലെ തോന്നും. പിന്നെ നീരിറക്കാൻ പോലെ തോന്നും. പിന്നെ പനി പോലെ തോന്നും. പിന്നെ തലക്ക് കിഡ്നിസ് വേദന ഭാരം എല്ലാം തോന്നും. ആ വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. ആമേൻ. 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 യേശുനാഥ. ആമേൻ. ആമേൻ. സർവശക്ത പിതാവേ.
ആമേൻ. ഒരുമിച്ച് പാടുക. ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഫംഗസ് പിടിക്കുന്ന ശരീര അവയവങ്ങളാണ്. ദാറ്റ് ഇങ്ങനെ ചാര കളറിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയണത് പൂട പോലെ ഇങ്ങനെ ഫംഗസ് പിടിക്കുന്ന ശരീരഭാഗങ്ങളാണ്. ശരീരഭാഗങ്ങളിൽ എന്തുകൊണ്ട് അങ്ങനെ പിടിക്കണം നമുക്കറിയത്തില്ല. മാരകരോഗമാണോ എന്ന് പോലും അറിയത്തില്ല. ശരീരത്തിൻ്റെ ഉള്ളിലെ അവയവങ്ങളിലാണ് സംഭവിക്കുന്നത്. ഫംഗസ് പോലെ ഇങ്ങനെ അതുപോലെ ബ്ലഡിലൊക്കെ പൂപ്പൽ വരത്തില്ലേ, അതുപോലെയാണ് അസുഖം. ഈ അസുഖത്തെ കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. ആമേൻ 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 യേശുനാഥ ആമേൻ യേശുനാഥ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത. ഒരാൾ അകപ്പെട്ടു പോയാൽ പിന്നെ നിനക്ക് ജീവിതമില്ല എന്ന് തോന്നുന്ന വിഷയങ്ങൾ ഇപ്പോൾ എടുക്കേണ്ടതാണ്. ഇപ്പം നിൻ്റെ അമ്മ തന്നെ ആൾ കിടപ്പായി പോയാൽ പിന്നെ നിനക്ക് ലൈഫില്ല എന്ന്. പക്ഷേ അമ്മയ്ക്ക് അസുഖമാണെന്ന് വിചാരിച്ചോ? നീ പറയുന്ന ഒരു വ്യക്തിക്ക് അസുഖമാണ്, അയാൾ വീണു പോകുക എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിനക്ക് ആ ജീവിതമില്ല. അങ്ങനെയുള്ളത് കണ്ണുനീരോടെ ആ വ്യക്തിയുടെ ഓർക്കുക. പരിശുദ്ധ അമ്മ ആ വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നിനക്ക് അൾത്താരെ കയറി വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കും. രോഗങ്ങള് തീരാവേദികള് യേശുനാമത്തില് യേശുനാമത്തില് സൗഖ്യം പ്രാപിക്കണേ. ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത. ലാസ്റ്റ് ചാൻസ് പ്രാർത്ഥനക്കാരില്ലേ? എന്നുവെച്ചാൽ ഇനി അവർക്ക് വേറെ ഓപ്ഷനില്ല. ഒരു പക്ഷേ ലാസ്റ്റ് പരീക്ഷ നീ എഴുതാൻ പോകുകയാണത്. ലാസ്റ്റ് ഇൻ്റർവ്യൂ ആണ് നീ അറ്റൻഡ് ചെയ്യാൻ പോണത്. അവസാന വയസ്സായി നിനക്ക്, ഇനി ഏജ് ഓവറായി, ഇങ്ങനെ ലിവിങ് ഓൺ ദി എഡ്ജായിട്ട് അറ്റത്ത് നിൽക്കുന്ന വ്യക്തികൾ കൈപൊക്കുക. അറ്റത്ത് നിൽക്കുന്ന വ്യക്തികൾ, ഇനി നിനക്കൊരു ഓപ്ഷനില്ല, ഒരു ചാൻസ് ഇല്ല. ആ വ്യക്തികളെ അമ്മ പരിശുദ്ധമ്മ മധ്യസ്ഥത്താൽ കർത്താവ് സ്പർശിക്കാൻ പോകുന്ന സമയമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. സ്പർശിക്കണമേ കർത്താവേ, സ്പർശിക്കണമേ കർത്താവേ, സ്പർശിക്കണമേ കർത്താവേ. ഈശോയുടെ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശുനാമത്തില് യേശുനാമത്തില് യേശുനാമത്തിൽ മാറിപ്പോട്ടെ. ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. പെര പൊളിച്ചാൽ വീണ്ടും പണിയാൻ പറ്റത്തില്ല, പക്ഷെ പൊളിക്കാതിരിക്കാൻ പറ്റണില്ല. കിഴക്കോട് ദർശനമായ പെരയാണ്, പഴയ പെരയാണ്. ഇതാണ് ഒരു അടയാളം. ഇത് ആ ഒറ്റപ്പെട്ട വീടിന് മാത്രം കിട്ടാൻ പോണ അനുഗ്രഹമല്ല. ശ്രദ്ധിക്കുക, പെര പൊളിച്ചാൽ പിന്നെ പണിയാൻ പറ്റത്തില്ല. ടെക്നിക്കൽ പ്രോബ്ലമാണ്, ചിലപ്പോൾ നിയമപരമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാകാം. പെര പൊളിച്ചില്ലെങ്കിൽ ഇരുണ്ട് അത് ഒടിഞ്ഞ് നമ്മുടെ തലയിൽ വീഴും. പക്ഷേ പൊളിക്കാനുള്ള അവതും ഇല്ല, പണവും ഇല്ല. ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ. ഇത് കിഴക്കോട് ദർശനം നിൽക്കുന്ന പഴയ ഒരു പെരയാണ്. പക്ഷേ ഇത് മാത്രമല്ല വിഷയം. ഇതുപോലെ വീടില്ലാത്തവരെ, വീടിൻ്റെ അകത്ത് ഇതുപോലെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ ചെന്ന് കുഴങ്ങിക്കിടക്കുന്നവരെ വിടുവിക്കുന്ന സമയമാണ്. അമ്മയുടെ മധ്യസ്ഥത്താൽ അവർക്ക് വിടുതലും പുതിയൊരു വഴിയും കാണിച്ചു കിട്ടുന്ന സമയമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഇനി വൈവാഹിക മേഖലയിലാണ് സന്ദേശങ്ങൾ വരുന്നത്. അതായത് ഒരു മനസ്സമ്മത മോതിരമാണ്. മനസ്സമ്മതമാണോ കല്യാണമാണെന്ന് വ്യക്തമല്ല. ആദ്യം മനസ്സമ്മതം എന്നാണ് ഈശോ മനസ്സിൽ തന്നത്.
പക്ഷേ ഈ മോതിരം ഇപ്പം ഇവിടെ ഈ ഇട്ട വിരലിടാൻ പറ്റണില്ല. അതുകൊണ്ട് അത് ചെറു വിരലിലോട്ട് മാറ്റി. ഇതാണ് ഒരു അടയാളം. ഒരു അത് വെള്ളക്കല്ലുള്ള മനസ്സമ്മത മോതിരമോ കല്യാണ മോതിരമോ. നേരത്തെ ഇട്ട വിരലല്ല ഇപ്പോൾ ഇട്ടേക്കണത്. വിരൽ വലുതായപ്പോൾ അത് മാറ്റി ചെറിയ വിരലിലോട്ട് മാറ്റിയിട്ടു. ഇതൊരു അടയാളമാണ്. ഇതൊരു പർട്ടിക്കുലർ കേസ് മാത്രമല്ല, വിവാഹ മേഖലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പ്രാർത്ഥിക്കേണ്ട ദൈവിക ഇടപെടൽ സമയം. ഒരു പക്ഷേ നീ നിൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് അകന്ന് കഴിയുകയായിരിക്കും. ചിലപ്പോൾ ഒരിക്കൽ നടന്ന മനസ്സമ്മതമായിരിക്കാം. ഇതുവരെ നീ കല്യാണം കഴിച്ചിട്ടില്ലായിരിക്കും. എന്തോ ഒരു ചടവിൽ ചെന്ന് നിൻ്റെ വിവാഹ ജീവിതം വഴിമുട്ടി നിൽക്കുകയായിരിക്കാം. ചിലപ്പോൾ നീ കല്യാണം കഴിച്ച വ്യക്തികളാകാം, പക്ഷേ അകന്ന് താമസിക്കുകയായിരിക്കാം. വൈവാഹിക മണ്ഡലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ഈശോ നാമത്തിൽ മാറിപ്പോടെ കൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവപുത്ര, ആമേൻ. സർവശക്ത പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ്. വലത്തുകാലം വെച്ച് പുറത്തോട്ടിറങ്ങുമ്പോൾ കല്ല് നമ്മൾ ചവിട്ടുന്ന സ്ഥലം ഇളകണ പോലെ നമുക്ക് ആത്മവിശ്വാസം പോകുന്ന ഒരവസ്ഥയാണ്. സ്ത്രീയാണ് ആ വ്യക്തിയെ, അതായത് പുറത്തോട്ട് ഇറങ്ങിയ വലതുകാല് പുറത്തേക്ക് വെക്കുമ്പോൾ നമ്മളൊരു ഇളക്കമുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും? വീണ പോലെ നമുക്ക് തോന്നും, പിടിക്കാൻ കിട്ടില്ലെങ്കിൽ നമ്മൾ വീഴുകയും ചെയ്യും. അതുകൊണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് പുറം സഞ്ചാരത്തിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥകളിൽ കർത്താവ് സ്പർശിച്ച ആ വ്യക്തിയെ ബലിഷ്ഠമാക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. ആമേൻ. ശരീരത്തിൻ്റെ ചില പാടുകൾ ശ്രദ്ധിക്കുക. അതേപോലെ ഒരു ഓപ്പറേഷൻ വന്നു, നമ്മൾ തുന്നിക്കെട്ടി, പിന്നീട് സ്റ്റിച്ച് എടുത്തു. പക്ഷെ സ്റ്റിച്ച് എടുത്തെങ്കിലും ആ സ്റ്റിച്ച് എടുത്ത സ്ഥലം കല്ലച്ചിരിക്കണം എന്ന് വിചാരിച്ചോ? അവിടെ എല്ല് പോലെ ഇരിക്കണം. മാംസമായിരുന്നു പണ്ട്, പക്ഷേ ഇപ്പോഴും അതിൻ്റെ പുറപ്പെല്ലാം കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ദൃഢമായി, പേശി ദൃഢമായി എല്ല് പോലെ ഇരിക്കുന്നു. ഇതൊരു ഓപ്പറേഷൻ കേസ് മാത്രമല്ല, ഇതെന്തോ ഒരു പ്രത്യേകിച്ച ഒരു കേസാണ്. ഒരു ഞരമ്പിൻ്റെ അറ്റമോ എന്തോ ദൃഢമായി പോയി. ഇപ്പം ക്യാൻസറൊക്കെ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഹാർഡാകത്തില്ലേ? ഇത് ബോഡി പാർട്ട്, ഹാർഡായ പാർട്ടാണ്. ഇവിടെ കർത്താവ് അത് കാരണം നീറ്റൽ, വലിച്ചിൽ, അതുപോലെ തന്നെ കുത്തിയുള്ള സൂചി കുത്തുന്ന വേദന, അതിൻ്റെ പേരിലുണ്ടാകുന്ന ശരീരത്തിൽ നീർക്കൊള്ളുന്ന അവസ്ഥ, പനി, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതുപോലെ ഈ ദൃഢമായ ശരീരഭാഗത്തെ കർത്താവ് പഴയതുപോലെ സൗഷ്ഠവമാക്കി മാർദ്ദവപ്പെടുത്തുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. ലോകം മുഴുവൻ ഈ ശുശ്രൂഷ ലൈവായി കൂടുന്നവരെ ജാഗ്രതയുള്ളവരായിരിക്കണം. കർത്താവ് നിങ്ങളെയും സ്പർശിക്കുന്ന സമയമാണ്. അന്നനാളം ഈശോ കാണിക്കുന്നുണ്ട്. അന്നനാളത്തിനകത്ത് വരിപ്പ് കാണിക്കുന്നുണ്ട്. അന്നനാളത്തിൻ്റെ ഉള്ളിൽ, തൊണ്ട ഉൾപ്പെടെ ഉള്ളിൽ ദൃഢമായിട്ടിങ്ങനെ പാമ്പിൻ്റെ ശൽക്കങ്ങൾ പോലെ ആണ്, പാമ്പിൻ്റെ ശൽക്കങ്ങൾ പോലെയുള്ള അറേഞ്ച്മെൻറ്റാണ് അന്നനാളത്തിന് താഴെ തൊട്ട് അണ്ണാക്ക് തന്നെ വായ തൊട്ട് താഴെ വരെ നാളി വരെ ഉള്ളത്. അത് ബലമാകേണ്ട കാര്യമില്ല, പക്ഷേ അതിൻ്റെ പേരിൽ ഭക്ഷണം ഇറങ്ങണില്ല. ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ആമീൻ. യേശുനാഥ. ആമീൻ. ആമീൻ. ദൈവപുത്ര. ആമീൻ. ആമീൻ. സർവശക്ത. അതിന് ആ വ്യക്തിക്ക് പേരുണ്ട്, തോമസ് എന്ന ആ വ്യക്തിയുടെ പേര്. അന്നനാളത്തിന് ഒരുപക്ഷെ ഒത്തിരിയേറെ സൗഖ്യങ്ങൾക്കാകാം. പക്ഷെ പെർട്ടിക്കുലർ വ്യക്തി, ഈ പാമ്പിൻ്റെ ശൽക്കം പോലെ അന്നനാളം ഒരു വശം കൊണ്ട് മരവിച്ച് പോയിരിക്കുന്ന വ്യക്തിയുടെ പേര് തോമസ് എന്നാണ്. കർത്താവ് ആ വ്യക്തിയെ കർത്താവ് തൊട്ടാണ് സുഖപ്പെടുത്തുന്നത്. സുഖിലേ. ആമേൻ. യേശുനാഥ. ആമേൻ. ആമേൻ. ദൈവപുത്ര. ആമേൻ. ആമേൻ. സർവശക്ത പിതാവേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പക്ഷാവരത്തോടെ
അതായത് നമ്മുടെ ഈ മാതള നാരങ്ങ പോലെ ഒരു ഷേപ്പ് ഉള്ളിലാണ്. അത് അത്രയും വലുതാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അടിവയറ്റിലൊക്കെ ആയിരിക്കും. വേറെ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ തിങ്ങിക്കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ മാതള നാരങ്ങ പോലെ ഷേപ്പും അതിൻ്റെ കളറും വരേണ്ട അതുപോലെയാണ്. പക്ഷെ അതിന് ഉരുണ്ടതല്ല, നീണ്ടതാണ്. ഇത് ഉദരത്തിലാണ്, ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ആ വ്യക്തി അറിയാമെങ്കിൽ ഇപ്പം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. കർത്താവ് വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവ് നമുക്ക് പകർന്നത്. അനുഗ്രഹം ഇനിയും തുടരാം. ജ്ഞാനസ്നാന വ്രതങ്ങൾ നവീകരിക്കാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നുണ്ട്. ജ്ഞാനസ്നാന തൊട്ടി കാണിക്കുന്നു. നീ വീണ്ടും ജനിക്കണമെന്നുള്ള സൂചനയുണ്ട്, വിശുദ്ധീകരിക്കപ്പെടണമെന്നുള്ള സൂചനയുണ്ട്. അതിന് ഉദരാശയ രോഗങ്ങൾ, അതായത് കൺട്രോൾ വിട്ട് വയറ്റിൽ നിന്ന് പോണവരെ, അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ എരിച്ചിലും പുകച്ചിലും അനുഭവിക്കുന്നവർ, ഭക്ഷണം കഴിക്കാൻ പേടിക്കുന്നവരെ, വയർ പൊള്ളുന്നവരെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തുന്ന. ഹല്ലേലൂയ. നമുക്കിരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കൾ സന്തോഷമായിരിക്കണം. ദൈവത്തിൻ്റെ വലിയ സന്ദർശനമുള്ള സമയമാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ലോകത്തിലെ അപൂർവമായൊരു സ്ഥലത്താണ് നമ്മൾ ദൈവത്തെ കാത്തിരിക്കുന്നതും ദൈവത്തിൻ്റെ സ്പർശനങ്ങളും സൗഖ്യങ്ങളും അനുഭവിക്കണമെന്ന് ഓർത്ത് വേണം ഇരിക്കാൻ. ഇവരെ ഒന്നും ചിന്തിക്കരുത്. കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നത്. കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കാനാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയെ കേൾക്കുവാൻ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന അവസരത്തില് എന്നെ അനുഗ്രഹിക്കണമേ. വചന ഹൃദയസ്ഥമാക്കി അങ്ങയുടെ സ്നേഹത്തിലും സൗഖ്യത്തിലും വളരുവാൻ പരിശുദ്ധ അമ്മേ എന്നെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മഴ വരികയാണെങ്കിൽ ആ കോറിഡോർ നിൽക്കുന്നവരൊന്ന് കൈ പൊക്കി വയ്ക്കണം. അച്ഛന് കാണാൻ പറ്റത്തില്ല. കൈ പൊക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവരെ പൊക്കി നിർത്തും. അപ്പം നിങ്ങൾക്ക് അകത്തോട്ട് കയറാം. മഴ വരികയാണെങ്കിൽ നിങ്ങൾ കൈ പൊക്കി വയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആണ് ചോദ്യം. ഒന്ന് ചോദിച്ചേ. നിത്യജീവൻ പ്രാപിക്കാൻ. അപ്പോൾ ഈശോ എന്നാ മറു ചോദ്യം ചോദിക്കണത്? നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു, പിന്നെ നീ അതെങ്ങനെ വായിക്കുന്നു? അതെ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നിയമത്തിൽ, നിയമം എന്ന് പറഞ്ഞാൽ എന്നാ? വചനം അല്ലേ? ദൈവവചനത്തിൽ എന്താണ് എഴുതിയിരിക്കണത്? ഹൗ ഡു യു റീഡ് ഇറ്റ്? നീ അതെങ്ങനെയാണ് വായിക്കണത്? അപ്പോൾ ദൈവവചനത്തിൻ്റെ എഴുതിയിരിക്കണത് ആദ്യകാലം മുതൽ എഴുതിയതാണ് അല്ലേ? ഇപ്പം കാലം മാറുന്നതനുസരിച്ച് കാലത്തിൻ്റെ ഓരോരോ കാലത്തിനും ദൈവത്തിൻ്റെ വചനം. ഇപ്പം നമ്മുടെ വാക്കെന്ന് പറയുന്നത് എന്താ? നമ്മുടെ മനസ്സല്ലേ? നമ്മുടെ വാക്കെന്ന് നമ്മുടെ മനസ്സിലിപ്പോൾ മിണ്ടാണ്ടിരിക്കണേ. അപ്പോൾ നീ എന്താ മിണ്ടാണ്ടിരിക്കണത്? നിൻ്റെ മനസ്സിലുള്ള എന്താണെന്ന് ഞങ്ങളൊന്ന് അറിയട്ടെ എന്ന് പറയത്തില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ മനസ്സിലുള്ള പുറത്തു വരുന്നത് എങ്ങനെ? വചനത്തിലൂടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് പുറത്തു വരേണ്ടത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം കാലം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ കാലസഞ്ചാരത്തിൻ്റെ അനുപേക്ഷണീയമായിട്ട് ദൈവത്തിൻ്റെ മനസ്സ്
വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് വചനത്തിന് വ്യാഖ്യാനം വരാൻ കാരണം, അല്ലേ? സഭയ്ക്ക് മാത്രമേ വചനത്തെ വ്യാഖ്യാനിക്കാൻ അധികാരമുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മനസ്സ് നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചില്ലേ? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ വായിക്കുന്നു? ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? നീ അതെങ്ങനെ മനസ്സിലാക്കുന്നു? ഈ വചനം വായിച്ചോടെ എൻ്റെ മനസ്സിൽ വന്നത് ഏതാണെന്നറിയാവോ? ഇപ്പം നമ്മളെ ഉടമ്പടി പ്രകാരം, ഉടമ്പടിയിൽ നമ്മുടെ നിയമങ്ങളുണ്ട്, നിയോഗങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്, അല്ലേ? നിയോഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളാണ്. ആ പ്രാർത്ഥന ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടിയാണ് അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യണതിൻ്റെ ഒരു ഉദ്ദേശം, ഒരു ഭൗതികമായ ഉദ്ദേശം. ആത്മീയ ഉദ്ദേശം വേറെ ഉണ്ട്. കർത്താവിൻ്റെ വചനം പാലിക്കുന്ന ആധ്യാത്മിക ഉദ്ദേശം വേറെയുണ്ട്. കാരണം പരിശുദ്ധ അമ്മ ലോകത്ത് നൽകിയ സംഭാവനകളിൽ ഒന്നാണ് മരിയൻ സ്പിരിച്വാലിറ്റി, മരിയൻ ആധ്യാത്മികത. മരിയൻ ആധ്യാത്മികത എന്താണ്? കർത്താവ് അമ്മയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ദൈവവചനം കേൾക്കുകയും, അല്ലേ? അതാണ് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് എൻ്റെ അമ്മ. അപ്പോൾ ലുക്ക 8:21 11:27 സെയിം വേർഡാണ്. ഒന്ന് പറഞ്ഞ ദൈവവചനം കേൾക്കുകയും. അപ്പോൾ ദൈവവചനം കേൾക്കണത് എന്തിനാണ്? അതനുസരിച്ച് അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. അമ്മയുടെ ആത്മീയതയുടെ അന്തഃസത്തയാണത്, അത് ഫണ്ടമെൻ്റലാണത്. അമ്മയായാലും ആരായാലും ദൈവമായിട്ട് ഇടപെടുന്ന എല്ലാ വ്യക്തികളും ദൈവശക്തി നിറയാനുള്ള ഒരു ഫോർമുല, സൂത്രവാക്യമാണ് എന്താണ്? ദൈവവചനം കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക. അപ്പം ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിക്കുമ്പോഴും ഈശോ കൊടുക്കുന്ന മറുപടി എന്താണ്? അമ്മ ദൈവവചനം കേൾക്കുന്ന ആളാണ്, അതനുസരിച്ച് ജീവിക്കുന്നയാളാണ്. അപ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ചെയ്യാൻ എത്രയോ മനുഷ്യരുണ്ടായിട്ട് പറ്റിയിട്ടില്ലെന്ന് ഓർക്കണം. എബ്രാഹാം മുതൽ യോഹന്നാൻ മാന്താന വരെയുള്ള ആൾക്കാരെ ദൈവം പരിചയപ്പെട്ടതാണ്. ഈ ഭൂമിയിലേക്ക് ഇറക്കി വന്ന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. എബ്രാഹാം മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള ആൾക്കാർ ഈശോയുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് താപസന്മാരെയും പ്രവാചകന്മാരെയും വിലയിരുത്തിയിട്ട് കർത്താവിന് ഒരു മോഡലാണ് കിട്ടിയത്. ആരാണ്? ഇതിൻ്റെ കൂട്ടത്തിലെല്ലാം ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിച്ചാൽ ദൈവവചനം കേൾക്കും. പിന്നെന്താ? അതനുസരിച്ച്. കാരണം ദൈവത്തിന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു ടോട്ടൽ മോഡലാണ്, പെർഫെക്റ്റ് മോഡൽ. ഒന്ന് പ്രാർത്ഥിച്ച്, അമ്മയെ, പരിശുദ്ധ അമ്മേ, ഈശോനെ അനുഗ്രഹിക്കുന്നതിൽ, ഈശോനെ അനുകരിക്കുന്നതിൽ പൂർണ്ണ മാതൃകയായ പരിശുദ്ധ അമ്മയെപ്പോലെ ദിവ്യ ഈശോയെ ഞങ്ങളെ വചനം കേട്ട് ഗ്രഹിക്കുന്നവരായി അതനുസരിച്ച് ജീവിത സാക്ഷ്യം നൽകുന്നവരായി ഞങ്ങളെ ഉയർത്തണമേ, വളർത്തണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ.